ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പോയി മേടിച്ച ജേഴ്സിയും പന്തൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കാൻ പോവാട്ടോ. രാവിലെ തന്നെ ഓഫീസിലെത്തി ക്യാമറ ലൈറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. നമ്മുടെ കോഴിക്കോടുള്ള എഫ്ജൻ ഡിജിറ്റൽ പറഞ്ഞ മൊബൈൽ ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു വേൾഡ് കപ്പ് തീമിംഗ് വീഡിയോ കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫീസിലെ ബിൽഡിംഗിലേക്ക് ആർക്കും കയറാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഹംസക്ക നമുക്ക് ഗേറ്റ് ഒക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിലെത്തി. ഇവിടുന്ന് കേട്ടോ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ച ദിവസം കേട്ടോ. കുറച്ച് തിരക്കായത് കാരണം ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. തലേ ദിവസം നല്ല മഴ ആയത് കാരണം ഇന്ന് മഴ പെയ്യുന്ന കരുതിയത്, പക്ഷെ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിട്ടോ. റയാനും ഷാരോണും പിന്നെ നമ്മുടെ 2 പയ്യന്മാരുണ്ടായിരുന്നു കേട്ടോ ഷൂട്ടിന്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഒന്നും കഴിക്കാത്ത കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരെ ചായ കുടിക്കാന്ന്. അങ്ങനെ ചായ കുടിച്ച് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞി പയ്യൻ നമ്മുടെ പന്ത് എടുത്തോണ്ട് പോയിട്ടോ. പിന്നെ അവന്റെ സ്കില്ലുകൾ, പിന്നെ അവർ രണ്ടാളും നമ്മുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ടോ. നമ്മുടെ കാലാവസ്ഥ എന്തായാലും ഇങ്ങനെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, മഴയാണെങ്കിൽ നല്ല തണുപ്പ്. എന്തായാലും ഇന്ന് നല്ല ചൂടും വെയിലും ആയിരുന്നു. ഫുട്ബോൾ കൊണ്ട് കളിക്കുന്ന നമ്മുടെ ഈ പയ്യനിലെ ഗോകുലത്തിലെ പ്ലെയർ ആട്ടോ, അർജുൻ എന്നാണ് പേര്. അങ്ങനെ ഒരു 4 മണി ആയപ്പോൾ ഞങ്ങൾക്ക് വിശപ്പിന്റെ വിളി വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ റഹ്മത്തിൽ പോയിട്ടോ. അങ്ങനെ അവിടുന്ന് ഓരോ ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഇറങ്ങി. റഹ്മത്തിലെ ചിക്കൻ ബിരിയാണി ആണോ ബീഫ് ബിരിയാണി ആണോ നിങ്ങൾക്ക് ഇഷ്ടം, കമന്റ് ചെയ്യൂട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഷൂട്ടിങ്ങിന് ഇറങ്ങി. ഒരു 5-5:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഷൂട്ടിംഗ് കഴിയാറായിട്ടോ. ഇതാണ് എഫ്ജൻ എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആട്ടോ നമ്മൾ എടുക്കുന്നത്. ഇവിടുത്തെ മീഡിയ ഹെഡ് ആട്ടോ നമ്മുടെ റയാൻ. അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. എന്തോ ഭാഗ്യം. അപ്പം എന്തായാലും പറഞ്ഞ പോലെ നാളെ കാണാം.